കണ്ണൂരിലെ പാനൂരിൽ ബോംബ് പൊട്ടി. ആ ബോംബ് പൊട്ടിയത് എന്ന് പറഞ്ഞാൽ ബോംബ് എടുത്ത് വെച്ച് കളിച്ചപ്പോഴല്ല, അത് ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണത്തിലെ ഇടയിലാണ് പൊട്ടിയത് കേട്ടോ. പൊട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഒരാൾ ഗുരുതരമായി പരിക്കേറ്റു, കൊല്ലപ്പെട്ടു. അപ്പോൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്തി. സന്നദ്ധ പ്രവർത്തകരെന്ന് പറയുന്നത് ഈ ബോംബ് ഉണ്ടാക്കിയ ആളുകളും അതേപോലെ അവിടെ കൂടിയ ആളുകളും അവിടെ കൂടിയിട്ട് ഈ ബോംബ് പൊട്ടിയതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ മാറ്റി അവിടെ മണലും അതും ഇതൊക്കെ ഇട്ടു. അങ്ങനെയൊക്കെ ചെയ്ത ആളുകളെന്ന് പറയുന്നത് സന്നദ്ധ പ്രവർത്തകരാണ്. അവരുടെ ജോലി അതാണ്. മുമ്പ് നമുക്ക് ഈ സന്നദ്ധ പ്രവർത്തകർക്ക് വേറൊരു പേരായിരുന്നു. കുറച്ചാൾ മുമ്പ് അവർ സ്തുത്യർഹമായ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളായിരുന്നു. ഈ നവകേരള യാത്രയിടയിൽ ഉള്ള ഈ ആളുകൾ, അതായത് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ എടുത്തിട്ട് അടിക്കാനായിട്ട് ഉപയോഗിച്ച ആളുകൾ എന്ന് പറയുന്നവർ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെയും മറ്റ് CPM നേതാക്കളുടെയും ഭാഷയിൽ. അത് മാതൃകാപരമായ രക്ഷാപ്രവർത്തനമായിരുന്നു അത്. കാരണം വല്ലവനെ എടുത്തിട്ട് അടിച്ച് നടുവ് ഒടിക്കുക, അടിച്ച് അവൻ്റെ തല കൊണ്ട പൊട്ടിക്കുക, ചെടിച്ചട്ടി എടുത്ത് അടിച്ച് പൊട്ടിക്കുക, പിന്നെ വലിയ ലാത്തി കൊണ്ട് മുഖ്യമന്ത്രിയുടെ സേവകരെ, അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നവന്മാർ ഓടിപ്പോയി എടുത്തിട്ട് അടിക്കുക, പോരാത്തതിന് ചവിട്ടുക, ഇങ്ങനെയുള്ള പണികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് മാതൃകാപരമായ രക്ഷാപ്രവർത്തനമായിരുന്നു അന്ന് നടന്നത്. ഇപ്പോൾ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്ററുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സന്നദ്ധ പ്രവർത്തകരാണ് അവിടെ ഓടിക്കൂടിയ. അവിടെ ഈ DYFIക്കാരൻ വന്നു. എങ്ങനെ വന്നു? അത് സന്നദ്ധ പ്രവർത്തനമായിരുന്നു ആദ്യം. ഇത് ഓരോ ഭാഷ മാറി വരുന്നത് കണ്ടോണം, ഓരോ സ്റ്റേജാണ്. ആദ്യം ഇത് പാർട്ടിക്ക് ബന്ധമില്ല എന്നാദ്യം പറഞ്ഞു. മാർക്സിസ്റ്റുകാർ ആർക്കൊന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ DYFIയുടെ നേതാവ് മുതലാളി വന്നു. അദ്ദേഹം പറഞ്ഞു, DYFIക്കാരൻ ഇതിലുണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് അന്വേഷിക്കും, അത് അന്വേഷിച്ച് അതിന് തക്കതായ നടപടി സ്വീകരിക്കും എന്നായി. അപ്പോൾ DYFIക്കാരൻ ഇല്ല എന്ന് അദ്ദേഹത്തിന് കേസില്ല, ഗോവിന്ദ മാസ്റ്റർക്ക് വന്ന കേസില്ല, DYFIക്കാരനുണ്ട്. അത് പക്ഷെ അത് അങ്ങനെ വരാൻ പാടില്ല. അതായത് സന്നദ്ധ. അത് പിന്നെ നോക്കിയപ്പോൾ സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ബോംബ് പൊട്ടിയതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്യുക, അവിടെ ഈ ചാവം കിടക്കുന്നവനെ ആശുപത്രി കൊണ്ടുവന്നല്ല സന്നദ്ധ പ്രവർത്തനം. ബോംബ് അവിടെ പൊട്ടിയില്ല എന്നുള്ളത് കാണിക്കാൻ, ബോംബ് സ്ഫോടനം നടന്നതല്ല, ഇത് നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോൾ പറ്റിയതല്ല എന്ന് കാണിക്കാനുള്ള, അത് മറയ്ക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഈ സന്നദ്ധ പ്രവർത്തനം. അത് ജീവൻ രക്ഷാ പ്രവർത്തനമല്ല, ഇത് വേറെയാണ്, സന്നദ്ധ പ്രവർത്തനമാണ്. സന്നദ്ധ ഭടന്മാരാണ് അവിടെ വന്നേക്കുന്നത് കേട്ടോ, DYFIക്കാർ. പിന്നെ അന്വേഷണം വന്നു. പോലീസ് പോലീസിനടുത്ത് എങ്ങനെയോ അന്വേഷിച്ചോളാൻ പറഞ്ഞു. ആദ്യമായിട്ട് പോലീസിന് ഒരു അവസരം കിട്ടിയത് അന്വേഷിക്കാൻ. ഇത് കഴിഞ്ഞതിന് ശേഷം എന്താണെന്നറിയോ, ഇനി ഇങ്ങനെ വർഷം മാറുക. അപ്പോൾ നമ്മുടെ മാത്രമല്ല ഇതിൽ കൊല്ലപ്പെട്ടവൻ, ഈ ബോംബുണ്ടാക്കി കൊല്ലപ്പെട്ടവനാണ് കേട്ടോ. അപ്പോൾ അയാളുടെ വീട്ടിൽ CPMൻ്റെ നേതാക്കൾ സന്ദർശനത്തിന് ചെന്നു. അപ്പോൾ അത് വന്നപ്പോൾ തന്നെ ആളുകൾക്ക് ഇത് ഈ ജനങ്ങൾ പൊട്ടന്മാരല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇങ്ങനെ ഇവന്മാർ വരേണ്ട കാര്യം എന്തോ അവിടെ. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു മരണ വീട്ടിൽ പോകുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വായറന്നു കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യത്തിൽ സന്നദ്ധ പ്രവർത്തകരാണ്. ആ സന്നദ്ധ പ്രവർത്തകൻ്റെ ഒരാൾ അവിടെ കൊല്ലപ്പെടുന്നു, അല്ലെ ഒരാൾ മരിച്ചുപോയി, മരണ വീടായ ആൾ പോകത്തില്ലേ? ശരിയാണ്, ആൾ പോകും. ഒസാമ ബിൻ ലാഡൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ചെന്നായിരുന്നു അവിടെ എന്ന് പറയുന്ന പോലെ ഉള്ളത്. അതായത് ഇത് വലിയ കുഴപ്പം കാണിച്ച് ഇത് മരിച്ചു പോയത് എങ്ങനെയാണ്? ബോംബ് നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് പൊട്ടിത്തെറിച്ച് മരിച്ചതാണ്, അല്ലാതെ അയാൾ പശുവും പാല് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മരിച്ചതല്ല കേട്ടോ, വിഷം തീണ്ടി മരിച്ചതല്ല. അല്ലെങ്കിൽ ആരും അടിച്ചു വന്നതുമല്ല, സ്വന്തമായിട്ട് ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അത് പൊട്ടിത്തെറിച്ച് മരിച്ചതാണ്. അവിടെ ഇവർ ചെല്ലണമെന്നുണ്ടെങ്കിൽ ആരായിരിക്കും ചെല്ലുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു സന്നദ്ധ പ്രവർത്തനം. അതാണ് ഓരോന്ന് വ്യാഖ്യാനിച്ച് വരിക. അവസാനം അത് എന്താണെന്ന് അറിയാം, ഇന്നലെ വീണ്ടും ഇതിനകത്ത് ഒരുപാട് വെള്ളം ചേർക്കപ്പെട്ടു. ഗോവിന്ദ മാസ്റ്റർ അടുത്ത് ഇന്നലെ പത്രപ്രവർത്തകർ ചോദിച്ചു, ഇങ്ങനെ സന്നദ്ധ പ്രവർത്തനത്തെക്കുറിച്ച് ചോദിച്ചപ്പം അത് നിങ്ങൾ DYFIക്കാരെങ്കിൽ അവരെടുത്ത് ചോദിക്കണം എന്ന് പറഞ്ഞാൽ, ഈ DYFIക്കാരൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോഷക സംഘടനകളൊന്നുമില്ല. നല്ലൊരു വർത്താനം ആദ്യം കേൾക്കുക. ഇപ്പോൾ SFIക്കാരെന്ന് പറയുന്നത് മാർക്സിസ്റ്റുകാരുടെ അല്ല, DYFIക്കാരെന്ന് പറയുന്നത് മാർക്സിസ്റ്റുകാരുടെ അല്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോഷക സംഘടനകളൊന്നും ഇല്ല. ഇനി അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഒരു ഐഡിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും
ഇപ്പം നമ്മുടെ പാർട്ടി സെക്രട്ടറിയുടെ വർത്തമാനം ഇതാണ്, പോഷക സംഘടനയൊന്നുമില്ല, ഈ DYFIക്കാരുടെ കാര്യമാണെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ അടുത്ത് ചോദിക്കുന്ന എന്തിന്? പാർട്ടിക്ക് ഇതുമായിട്ട് ബന്ധമില്ല, അത് നിങ്ങളുണ്ടെങ്കിൽ DYFIക്കാരുടെ അടുത്ത് പോയി ചോദ്യര് എന്ന് പറഞ്ഞപ്പോൾ കൈ ഒഴിഞ്ഞു വെച്ചേക്കാണ്. പക്ഷെ അതിനിടയിൽ പോലീസിന് സ്തുത്യർഹമായ സേവനം ആദ്യം അങ്ങോട്ട് തുടങ്ങിയെങ്കിലും വലിയ അവസാനം മനമാറ്റം വന്നു. എന്താ കാര്യം എന്നറിയോ? ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല, ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കാനെന്നുള്ളതല്ല, ഇത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പക തീർക്കാനാണ് എന്ന് വരുത്തണം. ആ രീതിയിലായി. ഇത് ഇലക്ഷന് കൊണ്ടുപോയി വല്ലവൻ്റെ മണ്ടയെറിഞ്ഞ് പൊടിക്കാനുള്ള പണിയായിരുന്നു ഈ സാധനം. അത് പിടി വന്ന് അതുകൊണ്ട് മാത്രം കുറേ പേര് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് ഇവര് ഒന്നുകിൽ ഇലക്ഷൻ സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണുന്ന സമയമുണ്ടല്ലോ, ഓരോരുത്തർ 8 നിലയിൽ പൊട്ടും എണ്ണുമ്പോൾ ആളുകൾ പൊട്ടുന്ന ഉടനെ അതിന് പൊട്ടിച്ച് ഇതിനകത്ത് ആരൊക്കെ ഉണ്ടോ ആ പ്രവർത്തിച്ചവരെ എല്ലാം അവൻ്റെ വീട്ടിലെറിഞ്ഞ് പൊട്ടിച്ച് കൊല്ലാൻ. ഇതാണ് കാര്യം. ഇത് മാത്രമല്ല, ശ്രീ വിജയരാഘവൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു കേട്ടോ. ഏതാണ്ട് പടക്കം പൊട്ടിയത് എവിടാണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം അതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇവർക്ക് ഈ കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാണ്. ബോംബ് എന്നവർ പറയത്തില്ല. പൊട്ടാസ്യം ക്ലോറൈറ്റ് ഒക്കെ ഉള്ള സബ്സ്റ്റൻസ് ഉണ്ടായ സാധനമാണ്, ഞെക്കിയാൽ പൊട്ടുന്ന സാധനമാണ്, അത് വെച്ച് ബോംബ് നിർമ്മിക്കുന്ന സാധനമാണ്. പക്ഷേ അതേതോടെ പടക്കം പൊട്ടിയതേതോ ശരി, ഇതാ കാര്യം, അതാ കാര്യം. ഇത് ഈ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു പടക്കം പൊട്ടി, ഓലപ്പടക്കം അങ്ങാണമായിരിക്കും ഇനി ഇവർ ഉദ്ദേശിക്കുന്നത്. ദീപാവലിക്ക് വേണ്ടി, അടുത്ത ദീപാവലിക്ക് വേണ്ടി ആരെങ്കിലും ഓലപ്പടക്കം കെട്ടിയപ്പോൾ പൊട്ടിയതായിരിക്കും. അങ്ങനെ അത് ആ രീതിയിൽ വരേണ്ട ഒരു വ്യാഖ്യാനമാണ്. അത് ശ്രീ വിജയരാഘവനെ തന്നെ അതിനു വേണ്ടി ഏർപ്പെടുത്തണമായിരുന്നു. ഇത് ഈ ഗോവിന്ദ മാസ്റ്ററൊക്കെ പറഞ്ഞത് തെറ്റിപ്പോയി കേട്ടോ. അത് ബോംബിൻ്റെ സ്ഫോടനത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല അവരാരും. പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ശാസ്ത്ര അവബോധം ഒരുപാടുണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് അറിയാം പടക്കം ഏതാണ്, ബോംബ് ഏതാണ് എന്ന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഏതോ ഒരു ചെറിയ പടക്കം പൊട്ടിയത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ദീപാവലിക്കൊക്കെ പൊട്ടിക്കുന്ന ഓലപ്പടക്കം പൊട്ടിയതാണ് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. ഈ രീതിയിലുള്ള കാഴ്ചപ്പാട്, ഇത് ഈ ബോംബ് നിർമ്മിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കണം, പോലീസിനെ ഒന്ന് കെട്ടഴിച്ചു വിടണം ആദ്യം ചെയ്തതുപോലെ. ഇപ്പോൾ അവരുടെ കൈ കെട്ടിപ്പോയി. കാരണം ഇപ്പോൾ അത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പക തീർക്കാൻ വേണ്ടിയുള്ള നിർമ്മാണമായിട്ട് മാറി. എന്തായാലും ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ തീർക്കാനായാലും DYFI സഖാക്കൾ ഇപ്പോൾ അകത്ത് കിടക്കുക. അവർ സഖാക്കെന്ന് പറയരുത് കേട്ടോ, എനിക്ക് പറഞ്ഞ് തെറ്റിപ്പോയതാണ്. കാരണം അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയല്ല, അവർ സഖാക്കളെന്ന് വിളിക്കാനും പാടില്ല. ഇവന്മാരെ എവിടെ കിടക്കുന്ന ആളുകൾ വേറെ ഏതോ സംഘടന, ഏതോ ഒരു വൃത്തികെട്ട സംഘടന എന്നുള്ള രീതിയിലേക്ക് കൈ ഒഴിയേണ്ട ഗതികേട് പാർട്ടി സെക്രട്ടറിക്ക് വന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതേപോലെ ഈ നട്ടൽ പൊട്ടിക്കാനും അതുപോലെ കണ്ടവൻ്റെ തലയും ബോംബെറിഞ്ഞ് പൊളിക്കാനും ഒക്കെ നടക്കുന്നവന്മാരെന്ന് ആലോചിക്കണം. ഇവർ കൈമലർത്തിക്കളയും കുറെ കഴിയുമ്പോൾ. അതാണ് ഇവിടെ കണ്ടത് എന്നൊന്ന് ഇവർ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലത്.